ഇടത് പ്രതിനിധി ജലീൽ പുനലൂരിലേക്കാണ്. ശ്രീ ജലീൽ, ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് 8 ദിവസമായി. ഈ 8 ദിവസമായി രാഹുൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കേരള പോലീസിന് എന്തുകൊണ്ടാണ് ഇയാളെ ട്രേസ് ചെയ്യാൻ കഴിയാത്തത്? കാരണം ഇപ്പോൾ വരുന്നൊരു അപ്ഡേഷൻ, ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഹോസ്ദുർഗ് കോടതിയിലേക്ക് രാഹുൽ എത്തും എന്നുള്ള വിവരമുണ്ട്. അത് അറസ്റ്റാണോ കീഴടങ്ങലാണോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. അവിടെ മാധ്യമങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് വരുന്നത്. എന്താണ് ഇത്ര താമസമുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ? കൃത്യമായ ഒരു മറുപടി. സ്ത്രീപക്ഷ രാഷ്ട്രീയവും സ്ത്രീ സുരക്ഷയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിൽ കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണമെന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. എന്നാൽ ചില മുൻ അനുഭവങ്ങളുടെ പേരിൽ പലപ്പോഴും നിരപരാധികൾ വേട്ടയാടപ്പെടാൻ പാടില്ല എന്ന കൃത്യമായ ബോധ്യം പ്രത്യേകിച്ചൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിനുണ്ടാകും. അത് ആർക്കും കൊടുക്കുന്ന ക്ലീൻ ചിറ്റോ ഒന്നുമല്ല. അത് നാളെ BJP-കാരനായ സുഹൃത്ത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ജി ആ രീതിയിൽ എത്തപ്പെട്ടാലും ദൈവം കാക്കട്ടെ, അങ്ങനെ അത്തരത്തിലൊരു ആരോപണം ഉയർന്നാലും ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇതായിരിക്കും. മറ്റൊന്ന്, താങ്കളുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു നിയമജ്ഞനായ നമ്മളൊക്കെ ആദരിക്കുന്ന രാംകുമാർ സാർ തന്നെ പറയട്ടെ. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജുഡീഷ്യറിയിൽ ഒരു പ്രതി ഒരു അപ്പീൽ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ജാമ്യ ഹർജി കൊടുത്താൽ, ആ ജാമ്യ ഹർജി പ്രത്യേകിച്ച് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു മുൻകൂർ ജാമ്യത്തിന് ഒരാൾ അപേക്ഷ കൊടുത്താൽ അതിൽ കോടതിയുടെ വിധി വരുന്നത് വരെയും ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കോടതിയോടുള്ള ഒരു ബഹുമാനമായിട്ടാണ് നാളിതുവരെ എല്ലാവരും കണ്ടിട്ടുണ്ട്. കാരണം പല കേസുകളിലും മുൻകൂർ ജാമ്യാപേക്ഷ നടന്നുകൊണ്ടിരിക്കെ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വർഷങ്ങൾക്കു ശേഷം, ഒരുപക്ഷെ ദശാബ്ദങ്ങൾക്ക് ശേഷം അവർ നിരപരാധികളായി കണ്ടുവിട്ടേക്കപ്പെടുകയും ചെയ്ത അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ഉദാഹരണം പറയാൻ അനുവദിച്ചാൽ 2010 ശ്രീ അബ്ദുൽ നാസർ മഅദനി ബാംഗ്ലൂർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് ചാർജ് ചെയ്തത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അൻവാർശേരിയിൽ എത്തിയപ്പോൾ അദ്ദേഹം ജാമ്യ ഹർജി നൽകി. അതും സുപ്രീം കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയത്. വളരെ നീതിമാനായ ജഡ്ജി ജസ്റ്റിസ് മാർക്കണ്ഡേയ ഗഡ്ജുവിന്റെ ബെഞ്ചിലാണ് ജാമ്യ ഹർജി വന്നത്. പക്ഷെ ആ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നതിന് കേവലം മിനിറ്റുകൾക്ക് മുമ്പ് കേരളത്തിലെയും കർണാടകയിലെയും പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതിനെ സംബന്ധിച്ച് ജസ്റ്റിസ് മാർക്കണ്ഡേയ ഗഡ്ജു പിന്നീട് പറഞ്ഞത് നമ്മുടെ നീതിന്യായ ലോകത്ത് വലിയ ചർച്ചയായ ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും പോലീസ് ആ വിഷയത്തിൽ നീതിപീഠത്തോടും നിയമവ്യവസ്ഥയോടും കാട്ടുന്ന ഒരു ബഹുമാനമായിട്ട് അതിനെ കണ്ടാൽ മതി എന്ന് മാത്രമല്ല. ഇപ്പൊ പിന്നെ മറ്റൊന്ന് കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ BJP പ്രതിനിധി ഇവിടെ പറഞ്ഞത് കേട്ടാൽ രാഹുൽ എവിടെയാണെന്ന് പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിട്ട് കുറെ മണിക്കൂറുകളായല്ലോ. ഏതെങ്കിലും വിധത്തിൽ അയാളെ ട്രേസ് ചെയ്യുകയോ അയാളെ അറസ്റ്റ് ചെയ്യണമോ എന്ന് വലിയ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം അത് ആകാമായിരുന്നല്ലോ. കേരള പോലീസ് അത്ര മോശം പോലീസ് സേനയൊന്നും അല്ലല്ലോ. അല്ല, താങ്കൾ പറഞ്ഞതാണ് കറക്റ്റ്. കൃത്യനിർവഹണത്തിൽ വളരെ കൃത്യമായി മുന്നേറുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നല്ല പോലീസായ കേരള പോലീസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമല്ല. വിഷയം വരുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നതിന് പിന്നിൽ ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. അതാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത്. രാഹുലിന്റെ സംരക്ഷകർ നിങ്ങൾക്കും വലിയ പിന്തുണ നൽകുന്ന, നിങ്ങളും വലിയ രീതിയിൽ അവരെയൊക്കെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതാണ് കേരളത്തിന്റെ സമകാലീന രാഷ്ട്രീയം. ആ അപകടം കൂടിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഈ വേട്ടക്കാരന് പിന്നിൽ എന്നാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത്. താങ്കൾക്ക് തുടരാം. അല്ല, ഗോപാലകൃഷ്ണൻജി അങ്ങനെ പറഞ്ഞതിൽ എനിക്കൊരു അത്ഭുതവുമില്ല. അത് പറയാൻ എന്താ ഈ അവസാനമായി പോയി ഇത്ര വൈകിയത് എന്താണെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. കാരണം ഈ രാജ്യത്ത് എവിടെ എന്ത് നടന്നാലും അതിന്റെ പിന്നിൽ മതഭീകരവാദികൾ അഥവാ ബ്രാക്കറ്റിൽ ഇസ്ലാമിസ്റ്റുകളാണെന്നുള്ള ഒരു പൊതുബോധം വളർത്തിയെടുക്കേണ്ടത് BJP-യുടെ ആവശ്യമാണ്. വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ആയിരിക്കില്ല, BJP-യുടെ ആവശ്യമാണ്. എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് SDPI-യുടെ വോട്ടുകൾ നേടിയാണ് എന്ന CPM-ന്റെ വാദം താങ്കൾ ഇപ്പോൾ തള്ളിക്കളയുകയാണോ? മതഭീകരവാദികളുടെ വോട്ട് നേടിക്കൊണ്ടല്ലേ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. അതിൽ നിങ്ങൾക്കും വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിറകിലുള്ള ശക്തികൾ ആരാണെന്നത് കൂടി ചർച്ചാ വിധേയമാക്കണമെന്ന്. അല്ല, അതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. മതഭീകരവാദികളുടെ പിന്തുണ എല്ലാ കാലത്തും കോൺഗ്രസ് നേടിയിട്ടുണ്ട്.
അതിൽ ആദ്യം നേടിയിട്ടുള്ളത് കാലാകാലങ്ങളിൽ RSSന്റെയാണ്. അത് RSSന്റെ വോട്ട് കോൺഗ്രസ് നേടിയിട്ടുണ്ടെന്ന് ജലീൽ പുനലൂർ പറയുകയല്ല. RSSന്റെ ആചാര്യനായ മുകുന്ദൻ ചേട്ടൻ തന്നെ ആത്മകഥയിൽ അത് വിവരിച്ചിട്ടുണ്ട്. ബേപ്പൂരും വടകരയിലും അടക്കം കോൺഗ്രസിന്റെ വോട്ടുകൾ കൂട്ടമായിട്ടാണ് BJPയിലേക്ക് പോയത്. അന്ന് സംസ്ഥാനത്തൊട്ടുക്കും BJPയുടെ വോട്ടുകൾ കോൺഗ്രസിലേക്കും വന്നിട്ടുണ്ട്. സമയം മാത്രമേ ഉള്ളൂ ശ്രീ ജലീൽ പുനലൂർ, നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ തീവ്രത അളക്കുന്ന സംഭവമൊന്നും ഇപ്പോഴും നിർത്തിയിട്ടില്ല. നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി പറയുന്ന വാക്കുകൾ ഇന്നലെ കേട്ടതല്ലേ? അടൂർ നഗരസഭയിലെ 8ാം വാർഡിലെ സ്ഥാനാർത്ഥി പറയുകയാണ് ഇത് അതിതീവ്ര പീഡനമാണ്. മുകേഷിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അത് തീവ്രത കുറഞ്ഞ പീഡനമാണ്. ഇപ്പോൾ ഈ പീഡന കേസിലൊക്കെ ആരോപണ വിധേയനായ PK ശശിയൊക്കെ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് പറഞ്ഞാൽ കൊള്ളാം ശ്രീ ജലീൽ പുനലൂർ. ആരോപണ വിധേയരായവരെയൊക്കെ ഹത്യ ചെയ്യുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ധർമ്മമല്ല. എന്നാൽ ഇടതുപക്ഷം ഇത്തരം സ്ത്രീ പീഡകന്മാരോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകയായ താങ്കൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. നീലലോഹിതദാസൻ നാടാരെയും PJ ജോസഫിനെയും AK ശശീന്ദ്രനെയും അടക്കമുള്ളവരെ മണിക്കൂറുകൾക്കുള്ളിൽ രാജിവെപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. CPIMന്റെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കരുത്തനായ T ദാസനെ മേയർ സ്ഥാനത്ത് നിന്ന് ഇറക്കിവിട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പൊ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ CPM നേതാക്കളുടെയൊക്കെ ചെയ്തികൾ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ പഴയ കാലം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ.